ഇത് നമ്മൾ ഇത്രയും കാലം റിവ്യൂ ചെയ്തതിൽ ഫസ്റ്റ് ടൈമാണ്. തലമുട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വോ ഫാക്ടറായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേരിലൊരു കാറ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് നജീബ് എന്ന് പറയുന്ന ഒരു പേരിലൊരു കാറ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു കാറിനെയാണ്. റൊമാനിയോ അർഷോളി എന്ന് പറയുന്ന ബുഗാട്ടിയുടെയും ലോട്ടസിൻ്റെയും ഒക്കെ ചെയർമാനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡോക്ടറിൻ്റെ പേരിലുണ്ടാക്കിയ ഒരു മോഡലാണ് എലീസ് എന്ന് പറയുന്നത്. അതായത് ബുഗാട്ടിയുടെ വൺ ടൈം ചെയർമാനും ലോട്ടസിൻ്റെ വൺ ടൈം ചെയർമാനും ഒക്കെ ആയിരുന്ന റൊമാനിയോ അർഷോളി എന്ന് പറയുന്ന മനുഷ്യൻ ലോട്ടസിൻ്റെ ചെയർമാനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡോക്ടറായിരുന്ന എലീസെ അർഷോളി എന്ന് പറയുന്ന അയാളുടെ പേരിലുണ്ടാക്കിയ ഒരു മോഡൽ, അതായത് എലീസെ SE എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എലീസെ SE എന്ന് പറയുന്ന, അല്ലെങ്കിൽ എലീസെ സൂപ്പർ ചാർജർ, അല്ലെങ്കിൽ എലീസ് സൂപ്പർ ചാർജർ എന്നൊക്കെ പറയാവുന്ന ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് ലോട്ടസ് എലീസ് SE എന്ന് പറയുന്ന മോഡൽ. ഈ മോഡലിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുർജ് ഖലീഫയുടെ താഴെ വേറെന്തോ കൊണ്ടുവച്ചൊരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. കാരണം വളരെ ഉയരം കുറഞ്ഞ ഒരു മോഡലാണ്, ലെങ്ത്തും വളരെ കുറവാണ്. ഞാൻ കൈയെത്തിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പുറം തട്ടുമെന്നുള്ളതാണ്. അത് എൻ്റെ നീളത്തിൻ്റെ പ്രത്യേകത അല്ല കേട്ടോ, ഇത് ചെറുതായതുകൊണ്ടാണ്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻജിൻ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളൊരു കാര്യം ലോട്ടസ് കണ്ട് മനസ്സിലാക്കാമെന്നുള്ളതാണ്. മാത്രമല്ല കാർബൺ ഗ്ലാസ് മെറ്റീരിയലുകളാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് വാഹനമാണ്. പക്ഷേ 225 km/h വേഗതയിൽ ഈ സാധനം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 1954 കാലഘട്ടം മുതൽ 1990 കാലഘട്ടങ്ങളോളമൊക്കെ ഫോർമുല 1 സ്ഥിരമായിട്ട് ലോട്ടസ് ടീം എന്ന് പറയുന്നൊരു ടീം മത്സരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് 7ഓളം റേസുകൾ അവർ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോട്ടസ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രത്യേകതകളെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുക. ഒന്ന്, അതിൻ്റെ ഫൈൻ ഹാൻഡ്ലിങ്, ഭയങ്കര ഹാൻഡ്ലിംഗ് ആണ്. രണ്ടാമത്തത് ലൈറ്റ് വെയിറ്റ് ആണ് എന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ലോട്ടസിൻ്റെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. അതാണ് ഇൻവോൾവ് വണ്ണിൻ്റെ എയർ പെർഫ്യൂം എന്ന് പറയുന്നത്. ഇത് സിട്രസ് എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലേവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള അതൊരു മൈൻഡ് റിലാക്സിങ് സ്മെല്ലാണ്. അതിപ്പോൾ നമ്മൾ വാഹനത്തിനകത്തേക്ക് ഗെറ്റ് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒന്ന് റിലാക്സ് ആക്കാൻ ഈ ഒരു ഫ്ലേവർ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെർഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എത്രമാത്രം സ്മെല്ല് അതിനകത്തുനിന്ന് വരണം എന്നുള്ളൊരു കാര്യത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വാങ്ങി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇൻവോൾവ് വണ്ണിൻ്റെ എയർ പെർഫ്യൂം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ വീഡിയോനെ കണ്ടിട്ട് നമ്മൾ ചില സ്ഥലത്ത് കാണുന്ന സമയത്ത് വാങ്ങിയ ആളുകൾ അത് നല്ലൊരു പ്രൊഡക്റ്റാണ് എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്താം. 300 രൂപയാണ് വില വരുന്നത്. ഒരു 3Mൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കപ്പ് ഹോൾഡറിലൊക്കെ ഇത് ലോക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10% ഡിസ്കൗണ്ടും കിട്ടും എന്നതാണ്. പിന്നെ അതുപോലെ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺവേർട്ടബിളാണ്. മാനുവലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്കെന്ത് ചെയ്യാം, മാനുവലി എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു റോഡ്സ്റ്റർ പോലെ ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ലോട്ടസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഫുൾ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടസ് ഓട്ടോമോട്ടീവ് എന്നാണ്. അതുകൊണ്ട് തന്നെ ലോഗോയിൽ നമുക്ക് ലോട്ടസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ACBC എന്ന് കാണാം. ഈ ACBC എന്നുള്ള സംഭവത്തിന് പിന്നിൽ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഈ ACBCയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അന്തോണി കോളിൻ ബ്രൂസ് ചാപ്മാൻ എന്നാണ്. അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രൂസ് കോളിൻ ചാപ്മാൻ ആണ് ലോട്ടസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകൻ എന്ന് പറയാം. പക്ഷേ ആ ഒരു സമയത്ത് ഇതിൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഒരു അലൻ ബ്രദേഴ്സ് എന്ന് പറയുന്നവരുടെ ഷോർട്ട് ഫോമും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്നൊക്കെ കഥകളിൽ വായിക്കാൻ പറ്റും. പക്ഷെ അത് കറക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഈ കോളിൻ ചാപ്മാനാണ് ലോട്ടസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് വന്ന വലിയ കടബാധ്യതയും അദ്ദേഹത്തിൻ്റെ മരണവും പിന്നീട് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ജനറൽ മോട്ടോഴ്സ് ഏറ്റെടുക്കുകയും അത് പിന്നീട് റൊമാനി അർഷ്യോ എന്ന് പറയുന്ന ആൾ ഏറ്റെടുക്കുകയും അദ്ദേഹമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ബുഗാട്ടിയുടെയും ലോട്ടസിൻ്റെയും ഒക്കെ ചില സമയത്തെ ചെയർമാൻ. അത് കാര്യം ഞാൻ പറഞ്ഞു. പിന്നീട് ഇപ്പോൾ ഈ ലോട്ടസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുള്ളത് ഗീലി എന്ന് പറയുന്ന ചൈനീസ് ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ചൈനീസ് ഓട്ടോമോട്ടീവ് വമ്പന്മാരുടെ കയ്യിലാണ് എന്ന് പറയാം. അത്തരത്തിലൊരു കഥ ശരിക്കും ലോട്ടസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിക്കുണ്ട്. ഒരു ലോട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമര അല്ലേ, ആ താമരയുടെ ഇതളുകളുടെ ഒരു സാദൃശ്യം ചില ഭാഗങ്ങളിൽ ഡോറൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ലോഗോയുടെ സീക്രട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. അതിനകത്തൊരു DRLൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈൽ ഉണ്ടോ,
സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഈ ഒരു ബോഡി ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് കൂടിയിട്ടും ഫ്രണ്ട് പൊസിഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ട്രാക്കിൽ പെർഫോമൻസ് ചെയ്യുന്നൊരു വാഹനം എന്നുള്ളതുകൊണ്ട് തന്നെ എയറോ ഡൈനാമിസവും ഗ്രിപ്പും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എയറോ ഡൈനാമിക് ഡിസൈനാണ് ഈ വാഹനത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർ ഡാം യൂണിറ്റിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം, ലിപ്പും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുള്ളത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ് എന്ന് പറയാം. എനിക്ക് ഈ ഒരു വാഹനം കാണുന്ന സമയത്ത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനം എന്നുള്ള രൂപത്തിലാണ് ഇതിനെനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് ഈ വാഹനത്തിൻ്റെ സൈഡിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ സൈഡ് എന്നിവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സൈഡ് എന്നുള്ള വാക്ക് ഇതിനേക്കാളും നീളുണ്ടാവില്ലേ, അതുമാതിരി വളരെ കുഞ്ഞ ഒരു വാഹനമാണ്. നമുക്ക് ഈ ഒരു സില്ലിൻ്റെ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിടെയൊക്കെയോ നമുക്കൊരു ഇൻസ്പിറേഷൻ, ശരിക്കും ഈ ഒരു വാഹനത്തെ കാണുന്ന സമയത്ത് ഫ്രണ്ടും സൈഡും ഒക്കെ നോക്കി കാണുന്ന സമയത്ത് എവിടെയൊക്കെയോ ഒരു മെക്ലാനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം, ഒരു ഫെറാറിയെ റിലേറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ മെക്ലാൻ്റെ ലോഗോ തന്നെ ഇതേ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ടിക്ക് മാർക്ക് ശരിക്കും നമുക്ക് കാണാൻ വേണ്ടുന്നതാണ്. ഇതൊക്കെ ഒരു എയർ ഡാം യൂണിറ്റാണ്, എയറോ ഡൈനാമിസത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള. ഇവിടെ ഒരു 17 ഇഞ്ച് ടയർ നമുക്ക് കാണാം. അത് നല്ല രസമുള്ളൊരു ബ്ലാക്ക് തീംഡ് ആയിട്ടുള്ള വീലാണ്. ഈ വീല് ശരിക്കും ആ ഒരു കളർ തീമിനിട്ട് നല്ല രസമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇതൊരു ഓറഞ്ച് കളർ ആയതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഫെറാറി ഇൻസ്പിറേഷൻസ് എവിടെയൊക്കെയോ കാണാം. സ്പോയിലർ ബാക്കിലുണ്ട്. അതുപോലെ തന്നെ ലോട്ടസ് ഇത് വലുതാക്കി ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ GTR-ലൊക്കെ കണ്ടതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക ഒരുപാട് കാലമായിട്ട് പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്നുള്ള രൂപത്തിലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റുകളാണ് ക്രമീകരിച്ചത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡിക്കേറ്റർ, ഇത് മാത്രമാണ് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ താഴെ എലീസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. SC എന്ന് പറഞ്ഞുള്ള ഒരു സബ് ബാഡ്ജിങ് കാണാം. SC എന്ന് പറഞ്ഞാൽ സൂപ്പർ ചാർജ് എന്നാണ് അർത്ഥം വെക്കുന്നത്. ഒറ്റ എക്സോസ്റ്റ് മാത്രമാണ് ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചത്. കാരണം ഇതിനകത്തൊരു 1.8 ലിറ്റർ എഞ്ചിൻ മാത്രമാണ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒമാൻ നമ്പർ പ്ലേറ്റ് ആണ്. ഇനി നമ്മളിതിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവലായിട്ട് അതൊക്കെ കണക്ട് ചെയ്യേണ്ടത് കണക്ട് ചെയ്ത് വെച്ചിട്ട് ലോട്ടസ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജി കാണാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ടയോട്ടയിലൊക്കെ ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ് എന്ന് പറയാം. അതായത് ടയോട്ടയുടെ ക്യാമറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു 1.8 ലിറ്റർ എഞ്ചിൻ സൂപ്പർ ചാർജർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി ചാർജറാണെന്ന് പറയാം. അതായത് ഒരു 220 PS പവർ ഉൽപ്പാദിപ്പിക്കുന്ന 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. പക്ഷേ ഇതേ എഞ്ചിൻ ടയോട്ടയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഇത്ര പവറിൽ ഇത് ഉപയോഗിക്കാറില്ല എന്നുള്ളത് വേറൊരു സത്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത്, അതായത് സ്റ്റാർട്ടിംഗ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതൊരു ബൂട്ട് സ്പേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓർഡർ ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എഞ്ചിൻ ഭാഗം വരുന്നത്. കൊള്ളാം. കുറച്ചും കൂടി ഒരു ഒതുങ്ങിയ വണ്ടിയിൽ കാണാവുന്ന ഒതുങ്ങിയ കാര്യങ്ങൾ എന്നാണ് എഞ്ചിൻ ബേ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത്. അതായത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തില്ല. അതുപോലെ തന്നെ റിയർ വ്യൂ കാണാൻ ഈ ഒരു ഭാഗം കാണാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസൈൻ ശ്രദ്ധിച്ചു നിങ്ങളൊരു ഓവൽ, ഒരു ലോട്ടസിൻ്റെ ഇതള് പോലത്തെ ഒരു ഫീൽ എവിടേക്കോ ജനറേറ്റ് ആവുന്നുണ്ട് എന്ന് പറയാനേ കൊള്ളാം. ഇനി നമുക്ക് നോക്കാനുള്ളത് അകത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേ ഇതാണ് ഒരു റെട്രോ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു ഫ്രെയിംലെസ് ഡോറാണ്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു താമര വിരിഞ്ഞ പരിപാടി കേട്ടോ. ഒരു താമരയുടെ എതള് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പവർ വിൻഡോ കൺട്രോളുകളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡോർ ലോക്ക് ആൻഡ് ലോക്കും കാണാം. ഒരു ക്രോമിയം ആവരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് കാണുന്നതൊക്കെ ശരിക്കും ഒരു ലെതർ ടച്ചാണ്. ഇനി ഈ വാഹനത്തിനകത്ത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തേക്ക് കയറുക എന്നുള്ളതാണ്. വാ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നമുക്ക് കാലിങ്ങനെ വെച്ചിട്ട് ഒന്ന് കുനിഞ്ഞ് അടിപൊളി ഇങ്ങനെ കയറണം. എന്നിട്ട് നമ്മൾ കാലെടുത്ത് ഇതിനകത്തേക്ക് വെക്കണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല നീളമുള്ള അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കയറുക എന്നുള്ളത് ഭയങ്കര റിസ്ക് കേട്ടോ, ഭയങ്കര റിസ്ക്കാണ്. എനിക്ക് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് കാർ വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടറാണെന്ന് പറയാം. നമ്മൾ ട്രാക്കിൽ ഓടിക്കുന്ന സമയത്ത് പുൾ ബാക്കും അതുപോലെ തന്നെ ബോഡി റോളും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നമുക്കൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഈ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ട് കാണുന്നതൊക്കെ കാർബൺ ഫൈബർ മെറ്റീരിയൽസ് ആണ്. ഈ വാഹനത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഫൈബർ അതുപോലെ തന്നെ അലുമിനിയം സ്ട്രക്ചറാണ് എന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അകത്ത ഭാഗം, അതായത് നമ്മൾ ഈ കാല് വെക്കുന്ന അല്ലെങ്കിൽ ആ പെഡലിൻ്റെ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അലുമിനിയം സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് ഒരു അൽക്കണ്ടാറ മെറ്റീരിയലായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഈ അൽക്കണ്ടാറ മെറ്റീരിയൽ കൊടുക്കുന്നതോടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേസ് ട്രാക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് കൈ വയർക്കുന്ന പ്രശ്നം, അതുമൂലം ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന പ്രശ്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് ശരിക്കും മോമോയുടെ ഒരു സ്റ്റിയറിംഗ് വീൽ കേട്ടോ. അതിനകത്ത് ലോട്ടസിൻ്റെ ഒരു ലോഗോയും എയർ ബാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതിനകത്ത് 2 RPM മീറ്ററും സ്പീഡോമീറ്ററും അനലോഗ് തന്നെയാണ് കൊടുത്തുള്ളത്. ചെറിയ ഡിജിറ്റൽ എലമെൻറ്റ് മാത്രമാണ് അതിനകത്തുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടറും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. അതും ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലിനകത്താണ് കൊടുത്തുള്ളത്. ഇവിടെ നമുക്ക് AC വെൻറ്റുകൾ കാണാം. ഇത് സാധാരണഗതിയിലുള്ള റൗണ്ട് AC വെൻറ്റുകളിലെ അത് അങ്ങനെ തന്നെയാണ് കൊടുത്തുള്ളത്. അതുപോലെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ആൽപൈൻ മ്യൂസിക് സിസ്റ്റം ആട്ടോ ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചുള്ളത്. പക്ഷേ ഞാൻ ആലോചിക്കണമെന്നല്ല, ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗണ്ടാണ്. അപ്പം നമ്മളൊരു ഈ വാഹനത്തിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിൽ
ബാക്കിൽ നിന്ന് എക്സോസ്റ്റ് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കും. പിന്നെന്തിനാ മ്യൂസിക് സിസ്റ്റം? നിർത്തിയിടുമ്പോൾ പാട്ടേക്കാലേ, അതിനായിരിക്കും. ഓക്കെ, കൊള്ളാം. ഇനി ഈ ഒരു ഭാഗം, അതായത് സെൻട്രൽ കൺസോൾ, ഇവിടെ നമുക്കൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കാണാം. ഈ ട്രാൻസ്മിഷനൊക്കെ നല്ല രസമില്ലേ? ഈ പിടുത്തം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കുടയുടെ കാല് പോലെയൊക്കെ തോന്നുമെങ്കിലും ട്രാക്കിൽ ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് പലപ്പോഴും ഇത് വന്ന് കൈയെടുക്കാതായിരിക്കും നമ്മൾ ട്രാക്കിലൊക്കെ ഓടിക്കുക. കാരണം അങ്ങനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും ഡൗൺ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് അതിനുതകുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മൾ ഇത്രയും കാലം റിവ്യൂ ചെയ്തതിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കപ്പ് ഹോൾഡറിനെ ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കപ്പ് ഹോൾഡർ എന്ന് പറയാം, വാട്ടർ ബോട്ടിൽ ഹോൾഡർ വലുതൊന്നും കൊള്ളണമെന്നില്ല. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ തരത്തിൽ ക്രമീകരിച്ചില്ല, അതെനിക്ക് ഭയങ്കര ലൈക്കായി. അതുപോലെ താഴെ വന്നതിൽ ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കിനെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഡ്രിഫ്റ്റ് വാഹനം എന്നുള്ള നിലക്ക് ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. മാനുവൽ അതെന്താ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെന്താ ഇലക്ട്രോണിക്സ് ആക്കി കഴിഞ്ഞാൽ എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. പക്ഷേ ഡ്രിഫ്റ്റ് ചെയ്യാൻ മാനുവൽ തന്നെ നല്ലത്. ഞാൻ പിടിച്ചിട്ടുണ്ട്. അത് വേറെ ഫീലാണ് പറഞ്ഞില്ല. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ സോണിയുടെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. വളരെ ചെറിയൊരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു സ്റ്റീൽ സ്ട്രക്ചറിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഇത് എന്ത് പാർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് ഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കാണാം, അതായത് ബോഡിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ. പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടോ, ആ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ആ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പാസഞ്ചർക്കും ശരിക്കും ഈ ഒരു ഭാഗത്തില്ലേ, ഇത് ആർക്ക് റിലേറ്റ് ആവുമെന്ന് അറിയാം. നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഒരാൾ ഡ്രൈവറുടെ സീറ്റിലിരുന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഔട്ടുന്ന ഒരു പരിപാടിയില്ലേ, ആ പരിപാടി ഒഴിവാക്കാൻ വേണമെങ്കിൽ അവർക്ക് അതുമ്പോൾ ചവിട്ടിയിരിക്കാം. അതിനുവേണ്ടി ക്രമീകരിച്ചുള്ള പോലെയാണ്. അതുപോലെ ഇവിടെ നമുക്കൊരു മാനുവൽ ഡാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് ഇരിക്കുമ്പോഴേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തല മുട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വോ ഫാക്ടറായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റിൽ ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അരയ്ക്ക് താഴെയാണ്, ഞാൻ നല്ല നീളമുള്ള. അങ്ങനത്തെ ഞാൻ ഇതിനകത്ത് കയറി ഇരുന്നപ്പോൾ എൻ്റെ തല മുട്ടുന്നില്ല. വോ ഫാക്ടർ തന്നെയല്ലേ, സൂപ്പറായിട്ടുണ്ട്. അതിന് നല്ല കൺവീനിയൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റുകളും ഭയങ്കര അടിപൊളിയാണ്. അതായത് ഒരു സ്പോർട്ടി സീറ്റാണ്. ഹെഡ് റെസ്റ്റൊക്കെ അതുമ്പോൾ തന്നെ ക്രമീകരിച്ചിട്ടുള്ള തരത്തിലാണ് അത് വന്നിട്ടുള്ളത് എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാർനെറ്റ് എൻട്രി വഴി നാട്ടിലെത്തിയ ഒരു വാഹനമാണ്. അപ്പോൾ ലോട്ടസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഇതിൻ്റെ ഓണറോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് എക്സ്പീരിയൻസും അദ്ദേഹം ഇത് ഓടിച്ച സമയത്തുള്ള എക്സ്പീരിയൻസുകളും ഒക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വാഹനം കാർനെറ്റ് വഴി ഒമാനിൽ നിന്ന് നാട്ടിലെത്തിച്ച നമ്മുടെ നിതിൻ ബ്രോ നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. ഓക്കെ, സോ ഞങ്ങൾ സാധാരണഗതിയിൽ എല്ലാവരോടും ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ സ്പെഷ്യലാണ് ഈ വാഹനത്തിൻ്റെ കേസ് ആയതുകൊണ്ട്. ആദ്യത്തെ ഒരു ചോദ്യം, ഒരു വാഹനം എടുക്കണം എന്നുള്ളൊരു ആശയം തോന്നിയ സമയത്ത് ഒരു എലീസ് എടുക്കണം, അല്ലെങ്കിൽ അധികം ആരും കേരളത്തിൽ കേട്ടുപരിചയമില്ലാത്ത ഒരു ലോട്ടസ് എടുക്കണം, എനിക്കൊന്നും വിദേശത്ത് ലോട്ടസ് ഉള്ള മലയാളികൾ വളരെ കുറവായിരിക്കും, അങ്ങനെ ഒരു വണ്ടി എടുക്കണം എന്ന് തോന്നാനുണ്ടായ കാരണം എന്താ? അല്ല, ഈ പറഞ്ഞത് തന്നെയാണ് കാരണം. ആക്ച്വലി ഞാൻ എക്സ്ക്ലൂസിവിറ്റി ലവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തന്നെയാണ് കാരണം. ഒമാനിൽ മലയാളികൾക്ക് മാത്രമല്ല വേറെ ആർക്കും സൂപ്പർ സ്റ്റാർ ലോട്ടസ് ഇല്ല, ഒരെണ്ണേ ഉള്ളൂ, അതിൻ്റെതാണ്. അടിപൊളി. അപ്പോൾ ഒമാനിലെ എക്സ്ക്ലൂസീവ് ആണ്. കേരളത്തിൽ ഒബ്വിയസ്ലി ഇന്ത്യയിലും എക്സ്ക്ലൂസീവ് ആണ്. വേറൊരു ചോദ്യം, ഇപ്പം ഇതൊരു ശരിക്കും ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് വാഹനമാണ്, വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള വാഹനമാണ്. ഈ വാഹനം നിങ്ങൾ എത്ര സ്പീഡ് വരെ ഓടിച്ചിട്ടുണ്ട്? 240 കമ്പനി പറയുന്നത്. ഞാൻ 280 വരെ ഓടിച്ചു. 280 വരെ ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കമ്മീഷൻ ചെയ്യാത്ത റോഡ് ഉണ്ടായിരുന്നു എക്സ്പ്രസ് ഹൈവേയിൽ, ഫുള്ള് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി 280 വരെ പോയിട്ടുണ്ട്. 280 കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയണേ, ഭയങ്കരമായിട്ട് എയർ നോയ്സ് അകത്തുണ്ടായിരുന്നു. നമ്മുടെ റോഡ് സൈഡ് കൺവേർട്ടിബിൾ ആയതുകൊണ്ട് കുറച്ച് എയർ നോയ്സ് അകത്തോട്ട് വരും. അങ്ങനെ നിർത്തിയതാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നൊരു 285 വരെ പോകുമായിരുന്നായിരിക്കാം. 285. ഓക്കെ, സോ അടുത്ത ചോദ്യം, ഈ ഒരു വാഹനത്തെ ട്രാക്കിൽ ഇറക്കിയിട്ടുണ്ടോ? ഉണ്ട്. ദുബായിൽ ഇറക്കിയിട്ടുണ്ട്, അവിടെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ വന്ന് കാറ് കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ ആക്കുളം ഫൺപ്ലെക്സിൽ കൊണ്ടുപോയി അവിടുത്തെ ഗോ കാർട്ടിംഗ് ട്രാക്കിൽ കയറ്റി. അപ്പൊ 2 രാജ്യത്ത് ഓടിച്ചോണ്ടൊരു അഭിപ്രായം കൂടി ചോദിച്ചോട്ടെ. വിദേശത്ത്, അതായത് മസ്കറ്റിൽ ഓടിച്ച അതേ ഫീൽ തന്നെയാണോ ഇന്ത്യയിൽ ഇത് ഡ്രൈവ് ചെയ്ത സമയത്ത് കിട്ടിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തത്? ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഓടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആദ്യമായിട്ട് കാർനെറ്റ് എൻട്രിയിൽ ഒരു വണ്ടി വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ കേൾക്കട്ടെ. കാരണം വെച്ചാൽ 2 റോഡും നല്ല വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം. ഞാൻ റോഡിന്റെ മാത്രം അല്ല പറഞ്ഞത്, അത് ആൾക്കാരുടെ ആ ഒരു വെൽക്കം എന്ന് പറയുന്നത്, ഇറ്റ് മേക്ക് മീ ഫീൽ മോർ ലൈക്ക് എ ഡ്രൈവർ. ഇനിയും വാഹനങ്ങൾ കൊണ്ടുവരാൻ ശരിക്കും ബ്രാബസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം കൂടിയാണ്. ഇനിയും കൊണ്ടുവരാൻ തോന്നാറുണ്ട്. ഞാൻ അടുത്ത വേറെ ഏതെങ്കിലും ബ്രാബസോ അല്ലെങ്കിൽ മസറാട്ടി ഏതെങ്കിലും കൊണ്ടുവരുന്നുണ്ട്.
അടിപൊളി. അങ്ങനെ ഇന്ത്യയിൽ ഇല്ലാത്ത വാഹനങ്ങൾ കൊണ്ടുവരാൻ ഇനിയും ഭാഗ്യം ഉണ്ടാവട്ടെ, ഞങ്ങൾക്കത് വീഡിയോ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു വാഹനം ഭയങ്കര ടോപ്പ് സ്പീഡിൽ പോകുന്നൊരു വാഹനമാണ്, വളരെ റെയർ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഈ വാഹനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്? ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും പെർഫോമൻസും തന്നെയാണ്. ഹാൻഡ്ലിങ്, അതായത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡ്രൈവേഴ്സ് കാർ മാനുവലാണ്. അതിൻ്റെ സ്പീഡ് ചെയ്യണതായാലും പവർ ചെയ്യണതായാലും സ്റ്റിയർ ചെയ്യുന്നതാണെങ്കിലും എല്ലാം എന്താ പറയുക, യു റിയലി ഫീൽ ഇറ്റ്. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലുക്ക്, അതിൻ്റെ കളർ, എനിക്ക് തോന്നുന്നു എവറിത്തിങ് അബൌട്ട് ദ കാർ. ഇഷ്ടപ്പെടാത്തത് ഒന്ന്, ഇതിനകത്തുള്ള എയർ നോയ്സ് ആണ്. നമ്മൾ ഒരു സ്പീഡ് കഴിഞ്ഞ് മുകളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് പുറത്ത് ഡിസ്റ്റർബൻസ് ഒരുപാട് അകത്ത് കേൾക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു ഇതിൽ കയറാനും ഇറങ്ങാനുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് നീളം കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ലോങ് ട്രിപ്പോ അല്ലെങ്കിൽ ഒരു 3 or 4 days വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒരു ഇതാണ്. അല്ലാതെ വേറെ കാര്യമുണ്ട്, ഇത് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടിയല്ല. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച 3 ആഴ്ചയിൽ ഒരിക്കൽ മസ്കറ്റ് ദുബായ് 5 hour ഡ്രൈവ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാറുണ്ട്. അപ്പൊ ചിലപ്പോൾ 3 ദിവസം എനിക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും. നമ്മുടെ ഫുൾ സാധനം ഫിറ്റ് ആവില്ല. പിന്നെ എന്ന് പറയുന്നത് വേറെ ഇതിന്റെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറയണേ, നോർമലി ഒരു ലക്ഷറി കാറിന്റെ ഇന്റേണൽ കംഫർട്ട് ലെവല് ഇല്ല, അത് പ്രതീക്ഷിക്കേണ്ട. അതൊരു പെർഫോമൻസ് കാർ ആയതുകൊണ്ട്. പക്ഷെ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണോ അഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്കറിയില്ല. എന്റെ അഭിപ്രായത്തിൽ അഡ്വാൻറ്റേജ് സീറ്റ് എനിക്ക് ഫ്രണ്ടിൽ പോകും ബാക്കിൽ വരും, അല്ലാതെ അങ്ങനെ സൗണ്ട് സിസ്റ്റവും ബാക്കി കാര്യങ്ങളും എല്ലാം. ഞാൻ ആലോചിച്ചു ആൽപൈന്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്, പക്ഷെ എന്തിനാ വെച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത്രയും വലിയൊരു എക്സോസ്റ്റ് ബാക്കിൽ വർക്ക് ചെയ്യുമ്പോൾ. അല്ല, ആൽപൈന്റെ സിസ്റ്റം ആക്ച്വലി ഞാൻ ഇപ്പൊ ചേഞ്ച് ചെയ്തതാണ്. ഇതൊരു അപ്ഗ്രേഡഡ് സൗണ്ട് സിസ്റ്റം ആണ് ഇപ്പൊ വെച്ചത്. കാരണം നേരത്തെ USB അതേപോലത്തെ സാധനങ്ങളൊന്നും ഇല്ല. അത് ഒരു ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അടുത്ത പ്രാവശ്യം ബ്രാബസോ മസറാട്ടിയോ മെക്ലാനോ ഒക്കെ ആയിട്ട് വരുമ്പോൾ കാണാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വണ്ടി ഒന്ന് റവ് ചെയ്യുന്നതിന് മുമ്പ് കീ ഒന്ന് കാണിക്കാം. ഇതാണ് ലോട്ടസ് എലീസിന്റെ കീ വരുന്നത്. ഇതിനകത്ത് 3 ബട്ടണുകളുണ്ട്. അതിൽ ഒന്ന് ഇതാണ് ഈ യെല്ലോ, അതൊരു ബട്ടണാണോ എന്ന് പറയാം. ബട്ടണാണ് അല്ലേ, ബട്ടണാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ബട്ടൺ ഉണ്ട്. അതിന് ബാഡ്ജിങ് ഒന്നും കൊടുത്തിട്ടില്ല. ബൂട്ട് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ വാഹനം അൺലോക്ക് ചെയ്യാനുള്ളതാണ്. അതായത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ബട്ടണുകൾ ചേർത്തുള്ള ഒരു കീയാണ്. അപ്പോൾ നമ്മൾ നിതിൻ ചേട്ടൻ ഒന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു സൗണ്ട് കേക്കിലോട് കൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാ. അടിപൊളി. സൂപ്പർ അല്ലേ? അപ്പോൾ ഇതാണ് ലോട്ടസ് എലീസ് എന്ന് പറയുന്ന മോഡലിൻ്റെ എക്സോസ്റ്റ്. അതുപോലെ തന്നെ ഇതാണ് ലോട്ടസ് എലീസ്, ഇതാണ് അതിൻ്റെ ചരിത്രം, ഇതാണ് അത് കൊണ്ടുവന്നയാൾ. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ഇന്ത്യൻ റുപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ ഇല്ലാത്തൊരു വാഹനം ആയതുകൊണ്ട്. അതിൻ്റെ പ്രൈസും പറയുന്നില്ല. മൈലേജ് എന്തായാലും ഇതിൻ്റെ ഓണർ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.